നമ്മളൊരു നന്നായി കരാട്ടെ പഠിച്ച ഒരാളും ഒരു നാടൻ തല്ലുകാരനും തമ്മിൽ ഒരു മത്സരം നടന്നാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് ഈ ഫൈനലിന് മുമ്പായിട്ടുണ്ടായിരുന്നത്. കാരണം സ്പെയിൻ എന്ന് പറയുന്നത് ഒരു കരാട്ടക്കാരനാണ്. കാരണം അതിനൊരു താളമുണ്ട്, അതിന് സ്റ്റെപ്പുണ്ട്. അവർ ആ ഒരു സ്റ്റെപ്പിലൂടെ മാത്രമേ അടിക്കൂ. എന്നാൽ അർജന്റീന അങ്ങനെയല്ലായിരുന്നു. അവർ ഏത് സമയത്തും അടിക്കാം. ഒരു അപ്രതീക്ഷിത അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിലിറ്റി അർജന്റീനയുടെ കളിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എൻ്റെ ഒരു കൺഫ്യൂഷൻ, സ്പെയിനൊക്കെ ഒന്ന് അവരുടെ ഒരു താളത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും അർജന്റീന ഒന്നങ്ങ് അടിച്ചു കളയോ എന്നുള്ളൊരു ആശങ്കയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ മത്സരത്തിൻ്റെ ആദ്യ വിസിലങ്ങ് അടിച്ചത് മുതൽ ആ ധാരണകളൊക്കെ മാറി. കാരണം ഒരു നിമിഷത്തിൽ പോലും അർജന്റീനയ്ക്ക് ഡോമിനൻസ് കൊടുക്കാതെയുള്ള ഒരു മത്സരം. എനിക്ക് തോന്നുന്നത് വേൾഡ് കപ്പ് ചരിത്രത്തിൻ്റെ ഫൈനലുകളിൽ പോലും ഇത്രയും എന്താ പറയുക വൺ സൈഡഡ് ആയിട്ടുള്ളൊരു മാച്ച് ഉണ്ടാവില്ല. അതിൻ്റെ എന്താ പറയുക 1-0 എന്നുള്ള കണക്ക് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ മത്സരത്തിൻ്റെ ഗ്രാവിറ്റി പിടികിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ ആ സ്റ്റാറ്റ്സുകളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം വൺ സൈഡഡ് ആയിട്ടുള്ള മത്സരമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പെയിൻ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, വെൽ ഡിസേർവ്ഡ് ആണ്. കാരണം അവർ ഈ ടൂർണമെൻറ്റിന് വരുമ്പോൾ മുമ്പേ ഫേവററ്റുകളായിരുന്നു. അവർ പതിവ് പോലെ ആദ്യത്തെ മത്സരം 2010 പോലെ തന്നെ ആദ്യത്തെ മത്സരം ഒന്ന് തോറ്റു. പക്ഷേ പിന്നീട് നമ്മൾ നോക്കൗട്ടിലൊക്കെ കാണുന്ന അവർക്ക് അതിശക്തരായ എതിരാളികളാണ് കിട്ടിയത്. പോർച്ചുഗൽ, ബെൽജിയം, ഫ്രാൻസ്. ഇതിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സ്പെയിൻ്റെ കാര്യത്തിൽ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ മാത്രമായിരുന്നു അവർക്കൊരു ഡോമിനേഷൻ ഇല്ലാതിരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർ ബഹുദൂരം മുന്നിലായിരുന്നു. ഇപ്പോൾ ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ഉനൈ സീമൺ ഈ ടൂർണമെൻറ്റിലുടനീളം നടത്തിയത് 10 സേവുകളാണ്. 10 സേവുകൾ. എമിലിയാനോ മാർട്ടിനസ് ഇന്നലത്തെ ഒറ്റ മത്സരത്തിൽ മാത്രം 11 സേവുകൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു സ്പെയിൻ ടീമിൻ്റെ ഡോമിനേഷന് ഇതിനേക്കാൾ വലിയൊരു തെളിവില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ എക്സ്പെക്റ്റഡ് ഗോൾസ് ആവറേജ് ഏറ്റവും കുറഞ്ഞ ടീം സ്പെയിനാണ്. കാരണം അത്രയും ഭീകരമായിട്ടാണ് ആ ഡിഫൻസ് ചെയ്തത്. നമ്മൾ മുമ്പ് ഇറ്റലിയുടെ ഗോൾ കീപ്പറെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള പണി ഇറ്റലിയുടെ ഗോൾ കീപ്പർ ആവാന്നുള്ളത്. കാരണം അതിന് മുമ്പിൽ ഒരു ഡിഫൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉനൈ സൈമൻ്റെ. എനിക്ക് തോന്നുന്നു ഉനൈ സൈമൺ ഇന്നലെ കൈകൊണ്ട് അധികം ബോൾസ് എടുത്തിട്ടില്ല, കാലുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കളികളൊക്കെയും. പല സമയങ്ങളിലും 1-2 സമയത്ത് ആ ഡിഫൻസ് കടന്നിട്ട് ബോൾ വന്നിരുന്നു സ്പെയിൻ. അതൊരു വലിയ ത്രെട്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഉനൈ സൈമൺ കൃത്യമായിട്ട് കുറച്ച് അഡ്വാൻസ് ചെയ്തിട്ടാണ് കാലുകൊണ്ടാണ് കളിച്ചത്. ഒരു ബോൾ പ്ലേയിങ് കീപ്പർ എന്നുള്ള നിലയിൽ കൂടിയാണ് ഇന്നലെ ഉനൈ സൈമൺ പെർഫോം ചെയ്തത്. അത് ഈ വേൾഡ് കപ്പിലെ നമ്മൾ മാച്ചസിൻ്റെ ഒക്കെ മറ്റേ സ്റ്റാറ്റ്സ് ഇങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ സ്പെയിൻ നിരയിൽ ഏറ്റവും നന്നായി പാസ് ചെയ്ത പ്ലേയേഴ്സിൽ ഒരാൾ ഉനൈ സിമൺ ആണ്. കാരണം ആള് പ്ലേയേഴ്സിൻ്റെ ബോൾ റിസീവ് ചെയ്യും, പാസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പാസുകൾ ചെയ്തിട്ട് അത് വരുന്ന പ്രഷറിനെ ഈസി ചെയ്യാനുള്ള പരിപാടികൾ ത്രൂ കീപ്പേഴ്സ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു സെൻറ്റർ ബാക്കിൻ്റെ ഇടയിൽ ഒരു പാസിങ് വന്ന് വിങ് ബാക്കും കൂടി സപ്പോർട്ട് ചെയ്ത് ആ രീതിയിലാണ് ബിൽഡപ്പ് ഉണ്ടായത്. ഇത് ഗോൾ കീപ്പർ കൂടെ നമുക്ക് പല സമയത്തും തോന്നും ഗോൾ കീപ്പർ ഇത്ര നേരം ബോൾ ഹോൾഡ് ചെയ്യണോ, ഇതൊരു എതിർ ടീമിന് ചാൻസ് കിട്ടില്ലേ. പക്ഷെ അത് കൃത്യമായിട്ട് കളിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരുപക്ഷെ ഈ ഒരു സ്കില്ലും കൂടിയാണ് ഉനൈ സിമൺ ഒരു ഫസ്റ്റ് ചോയ്സ് ആക്കുക എന്നുള്ളത്. കാരണം ഇയാൾക്ക് ഈ ഒരു സിസ്റ്റത്തിൽ എല്ലാവരും ഈക്വൽ കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. പിന്നെ നമ്മൾ ഉനൈ സിമണിൻ്റെ കാര്യം പറയുമ്പോൾ ഉനൈ സിമൺ ഗോൾഡൻ ഗ്ലൗ ജയിച്ചു. അപ്പോൾ ഒരു സെമി ഫൈനലിന് മുമ്പ് വന്നൊരു കണ്ടന്റാണ്. അതായത് ഒരാൾ പറയാണ് ഈ വേൾഡ് കപ്പിലെ ഗോൾഡൻ ഗ്ലൗ ആയിരിക്കും ഏറ്റവും തമാശ. അതായത് ഉനൈ സിമൺ കൊടുക്കാനൊരു കാരണമില്ല. കാരണം അത്ര അടിപൊളി സേവുകളോ കാര്യങ്ങളൊന്നും ഇല്ല. കൊടുക്കാനും വയ്യ, കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ളവരൊക്കെ ഗോള് അത്യാവശ്യം വഴങ്ങി കഴിഞ്ഞു, ഇയാൾക്ക് ഗോള് വഴങ്ങിയിട്ടില്ല. എന്നാൽ ഇയാൾക്ക് അതിൽ വലിയ എഫേർട്ട് എടുക്കേണ്ടി നമ്മളല്ലേ ഒരു ടൂർണമെന്റിൽ മൊത്തം 10 സേവ് ആകെ നടത്തിയിട്ടുള്ളൂ. ഒസീനെ പോലും ചിലപ്പോൾ ഒരു മത്സരത്തിൽ ഇതേപോലെ ഒരു 19 അല്ലെങ്കിൽ എൽ റൂമൊക്കെ ഇതേപോലെ 12 സേവ് ഒക്കെ നടത്തി. ഒരു മത്സരം കൊണ്ട് അവർ ചെയ്തത് ഇയാളൊരു സീസണിലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ഡോമിനൻസ് ആണ്. അതായത് ഇവർക്ക് ഓപ്പോണൻറ്റ് വന്ന ടീമുകളൊക്കെ നമുക്കറിയാം, അവർക്കൊക്കെ ക്വാളിറ്റി ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ടീമുകൾക്കൊക്കെ മുന്നിലും ഈ അടിപതറാതെ നിന്നു. ബെൽജിയത്തിനെതിരെ വന്ന ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സ്പെയിൻ വഴങ്ങാൻ പറ്റുന്നതിൽ ഏറ്റവും മോശം ഗോളാണ് വഴങ്ങിയത്. അതായത് തടുത്തിടാമായിരുന്നൊരു ക്രോസ്, ഒരു വീക്കർ ഹെഡർ, അത്ര വലിയ സ്ട്രോങ്ങർ ഹെഡർ ഒന്നല്ല, നല്ലൊരു ക്ലോസ് റേഞ്ച് എന്നുള്ളൊരു കാര്യം കൊണ്ട് പക്ഷേ ഒരു നല്ലൊരു സ്ട്രൈക്കർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗോള്. കാരണം ഈ ടീമിൻ്റെ ഇതുവരെ മറ്റ് മേഖലകളിലെ ഡോമിനേഷൻ നോക്കുമ്പോൾ ഗോൾ എണ്ണത്തിൽ മാത്രം കുറച്ച് കുറവാണ്. ശരിക്കും നല്ലൊരു സ്ട്രൈക്കർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗോൾ അടിക്കാമായിരുന്നു തോന്നുന്നുണ്ടോ? ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നന്നായി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലിനിക്കൽ ഫിനിഷർ എന്നുള്ളൊരു കാര്യം നന്നായൊരു കുറവ് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഏറ്റവും നല്ല 2 സ്ട്രൈക്കർമാർ സ്പെയിൻ ഏറ്റവും അവസാനം ഉണ്ടായിരുന്നതും ഈ 2010 വേൾഡ് കപ്പ് കാലത്താണ്. ഒന്ന് ഡേവിഡ് വിയ ഉണ്ട്, ഫെർണാണ്ടോ ടോറസ് ഉണ്ട്. അന്നും സ്പെയിൻ വിജയിച്ചു പോയിരുന്നത് ഈ ഒരു സ്കോർ ലൈനിലാണ്. അന്ന് നോക്കൗട്ട് എല്ലാ മത്സരവും ഈവൻ ഫൈനൽ അടക്കം വിജയിക്കുന്നത് 1-0 എന്നുള്ള സ്കോറിൽ മാത്രമാണ്. അപ്പം ഒരുപക്ഷെ സ്പെയിൻ്റെ ഒരു തിയറി അതായിരിക്കും, വിജയിക്കുക എന്നുള്ളതിൽ പ്രാധാന്യം കൊടുക്കുക. അത് എത്ര ഗോളിൽ വിജയിക്കുന്നു, എങ്ങനെ വിജയിക്കുന്നു എന്നുള്ളതല്ല. അൾട്ടിമേറ്റ്ലി
അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുക എന്നുള്ളതാണല്ലോ ഫുട്ബോൾ, അല്ലെങ്കിൽ 3 പോയിന്റ് നേടുക എന്നുള്ളതാണ്. സത്യം ഈ ആളുകൾക്ക് ഈ നൊസ്റ്റാൾജിയ ട്രാപ്പ് ഉണ്ട്. എല്ലാവരും പറയുന്നത് ഡേവിഡ് വിയ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഡേവിഡ് വിയ 2010 ആകെ 5 ഗോളുകളെ അടിച്ചിട്ടുള്ളായിരുന്നു. അതേ ഗോളുകൾ അടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 100 സത്യത്തിൽ അർജന്റീന ഒരു എക്സ്പോസ്ഡ് ആയി എന്നുള്ളതല്ല സത്യം. കാരണം ഒരു മാജിക്കൽ മൊമെന്റ്സിന്റെയും മെസ്സിന്റെ ചില എന്താ പറയുക ടച്ചുകളെയൊക്കെ ബലത്തിലാണ് ഇതുവരേക്കും കയറിയത്. അതായത് ഇപ്പോൾ പല ആൾക്കാരും പറയലുണ്ട്, അതായത് മെസ്സി ഇല്ലാതെയും സ്കെലോണിക്ക് ഒരു പ്ലാൻ ഉണ്ടെന്നുള്ളത്. ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്, എല്ലാ മാച്ചുകളും പോയിക്കൊണ്ടിരുന്നിരുന്നത് പലപ്പോഴും മെസ്സിയുടെ ഒരു മാജിക്കൽ മൂമെൻറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഡോപ്പമൈൻ അല്ലെങ്കിൽ ഒരു മെൻറ്റാലിറ്റി. ഇവർ ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്, ഈ ലാറ്റിൻ അമേരിക്കൻ ടീംസ് അല്ലെങ്കിൽ ഇവരൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇമോഷന് ഇതുവരെയുള്ള മാച്ചിൽ ഇവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് വന്നത്. പക്ഷേ ഈ മാച്ചിൽ അത് നന്നായിട്ട് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് പെരഡേസിൻ്റെ ഒരു ഇൻസിഡൻറ്റിൽ കാണാം. സിമിയോണെ തന്നെ ഒരു ഇൻസിഡൻറ്റിൽ ആരോ എടുത്തിട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ മാച്ചിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, കരാട്ടെ നാളെന്തല്ല, ആ സാധനമാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താ പെരഡേസൊക്കെ എടുത്തിട്ട് ശരിക്കും ഒരു പ്ലെയറൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ഒരു ഫീൽഡിൽ. ആസ് എൻ അത്ലറ്റ് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവേണ്ട ആളാണ് അത്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വേൾഡ് കപ്പ് ഫൈനൽ സ്റ്റേജിൽ നിന്നിട്ട് എതിർവശത്തെ ടീമിനെ ഇങ്ങനെ അർജന്റീന ഈ ഫൈനലുകൊണ്ട് ഒരുപാട് വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ടെന്നുണ്ടാ. നമ്മൾ ഏത് ഇന്റർനാഷണൽ മീഡിയാസ് നോക്കിയാലും അർജന്റീനയുടെ ഒരു കളിശൈലിയെയും അവരുടെ എത്തിക്സിനെയും കുറിച്ച് ഭയങ്കരമായ വിമർശനമാണ്. മെസ്സി എന്നുള്ളൊരു താരം ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ താരം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രാൻസിനെതിരെ കണ്ടൊരു പരാഗ്വേ ഉണ്ടല്ലോ, ആ ഒരു ശൈലിയിലോട്ട് അർജന്റീന പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എൻസോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയർ, ഇത് പറഞ്ഞാൽ എത്രത്തോളം ഹേറ്റേഴ്സ് കിട്ടുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഹാവ് ടു സേ, എൻസോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയർ ഒരു പക്ഷേ ആൾക്ക് ഇതിന് മുമ്പേ ബുക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വാണിങ് ഏതെങ്കിലും റെഫറി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കളിയിൽ റെഡ് കാർഡ് കിട്ടില്ലായിരുന്നു. ഇതിങ്ങനെ അതിന് വളം വെച്ച് ലാസ്റ്റ് ഫൈനലിൽ എത്തിയപ്പം അത് അർജന്റീന സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരു സില്ലി ടാക്കിൾ ഓൾറെഡി ഒരു യെല്ലോ കാർഡിന് ബുക്ക്ഡാണ്, പക്ഷെ വീണ്ടും അങ്ങനെ ഒരു ടാക്കിളിന് പോയിട്ട് ഒരു ഫൈനൽ വേദിയിൽ നിൽക്കുമ്പോൾ അർജന്റീന എന്ന് പറയുന്ന ടീമിനെ ദുർബലാക്കുന്നൊരു കാര്യമാണ് അവിടെ എൻസോ ഫെർണാണ്ടസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പക്ഷേ പൊതുവെ ഒരു ബാക്കിയുള്ള ഗെയിമുകളിൽ ഒരു ബുക്കിംഗ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ വളരെ വൃത്തിക്ക് ഇവർക്ക് കളിക്കാൻ പറ്റുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ഫോള് നേരത്തെ തന്നെ എക്സ്പെക്റ്റഡ് ചെയ്തായിരുന്നു. അതിൽ ശരിക്കും സ്പെയിൻ്റെ ഒരു കളിശൈലി കൂടിയും ഘടകമല്ല. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഒരു കംപ്ലീറ്റ് പൊസിഷണൽ ഫുട്ബോൾ കളിക്കുന്ന ടീമുകൾക്കെതിരെയൊക്കെ എല്ലാ കാലത്തും ഫോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ 2010 ഫൈനലിൽ നമ്മൾ നെതർലൻഡ്സിനെ, ഞാനൊക്കെ ചെറുപ്പം മുതൽ ഇങ്ങനെ ടോട്ടൽ ഫുട്ബോൾ ക്രൈഫ് എന്നൊക്കെ ഭയങ്കര അങ്ങനെയാണ് വളർന്നത്. പക്ഷേ ആ ഫൈനൽ കണ്ടതോടെ എനിക്ക് അന്ന് നെതർലൻഡ്സിനോടുള്ള സകല മതിപ്പും പോയിരുന്നു. കാരണം അന്ന് ഇതിനപ്പുറമായിരുന്നു, ചാടി ചവിട്ടുന്നു. പിന്നീട് ഇതേ ശൈലി പെപ് ഗാർഡിയോള റയലായ സമയത്ത് മൊറീഞ്ഞോയുടെ ഒരു കാലത്ത് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ആ ഒരു സ്പെയിൻ്റെ കളിശൈലിയെ പൊളിക്കാൻ ഇതേ ഒരു മാർഗ്ഗമുള്ളൂ. മീമിലൊക്കെ വരുമല്ലോ മറ്റേ ഹറാം ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഏത് കളിക്കുമ്പോഴും അത് ഒരുപാട് കോച്ചസ് അത് ട്രൈ ചെയ്യാറുണ്ട്. കാരണം അൾട്ടിമേറ്റ്ലി എന്താണെന്ന് വെച്ചാൽ ഈ പൊസിഷൻ കളിക്കുമ്പോൾ ഇവരുടെ റിതം ഡിസ്റ്റർബ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും തരത്തിൽ ഇവരൊരു മൊമെൻറ്റം ബിൽഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പോസിറ്റ് ടീമിന് ചെയ്യാൻ പറ്റുക. കാരണം അർജന്റീന നമുക്കറിയാം പൊസിഷൻ തീരെ വെച്ച് കളിക്കാത്തൊരു ടീമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്പെയിൻ പൊസിഷൻ വെച്ച് കളിക്കാത്ത ഇന്നലത്തെ കോണ്ടസ്റ്റിലാണോ പറഞ്ഞതോ ടോട്ടലി പറഞ്ഞു? അല്ല, ഇപ്പൊ ഈ ഒരു വേൾഡ് കപ്പിൽ പൊതുവേ അവർ കൗണ്ടർ അറ്റാക്ക്, ട്രാൻസിഷൻ അറ്റാക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് അവർ പോലെ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാജിക്കൽ മൂമെൻറ്റ്, ടൈം വേസ്റ്റ് ആക്കാതെ അടിക്കുക. അപ്പോൾ ഇത് പലപ്പോഴും സ്പെയിൻ എന്നുള്ളൊരു ടീം കൊടുക്കുന്നില്ല. അപ്പോൾ ഈ കൊടുക്കാത്ത സാഹചര്യത്തിൽ ഫ്രസ്ട്രേഷനിലും ഈ ഒരു സംഭവം വരാം, അല്ലെങ്കിൽ ടാക്ടിക്കലി തന്നെ ഇവരുടെ ഒരു പ്ലാൻ ഇതായിരിക്കും. അതായത് എങ്ങനെയൊക്കെ ഇവരെ പ്രലോഭിപ്പിക്കാൻ പറ്റുമോ. കാരണം ഇംഗ്ലണ്ടിനെതിരെയുള്ള മാച്ചിൽ നമ്മൾ കണ്ടതാണ്, ഫസ്റ്റ് തൊട്ടേ ബെല്ലിംഗത്തിനെ പതുക്കെ പെരഡേസൊക്കെ ഒന്ന് പുഷ് ചെയ്ത് അവിടെ പ്രലോഭിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം ഇതിലും കാണുന്നുണ്ടായിരുന്നു. റോഡ്രിനെ പെരഡേസ് വന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അത് പിന്നെ ഓൾമോനും കൂടെ ചെയ്തിട്ടാണ് അവിടെ ചോദിച്ച് മേടിച്ചൊരു യെല്ലോ കാർഡാണത്. ആ ഇൻസിഡൻറ്റിൽ നമുക്കറിയാം, നമ്മൾ റോഡ്രി എന്നുള്ള പ്ലെയറിൻ്റെ അടുത്ത് നിന്ന് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും പ്ലെയർ ആയിരുന്നെങ്കിൽ റിയാക്ട് ചെയ്തേക്കാം. കാരണം ആ ഒരു ഇൻസിഡൻറ്റിൽ മാത്രമല്ല, റോഡ്രിനൊക്കെ എറിയരുതെന്ന് പറയില്ല ഫീൽഡിൽ, ആ അവസ്ഥയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റോഡ്രിനെയാണ് നമ്മളവിടെ എടുത്ത് പറയേണ്ടത്. ആ ക്യാപ്റ്റൻസി എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ക്യാപ്റ്റൻസിക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു പ്ലെയർ എങ്ങനെയാണ് ഒരു ഫീൽഡിൽ പെരുമാറേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു റോൾ മോഡൽ റോഡ്രി കാണിച്ചു തന്നു എന്നുള്ള. അതിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അടി ഫോൾ നമ്മൾ പ്രതീക്ഷയാണെങ്കിലും എന്നാലും അത് മാത്രമായും തോന്നുന്നു. പിന്നെ എല്ലാവരും മത്സരത്തിന് മുമ്പ് കുറേ തള്ളക്കുണ്ടായിരുന്നു. എല്ലാം സ്പെയിനിൻ്റെ എന്താ പറയുക ഒരേ സംസ്കാരമാണ് കാറ്റലോണിയ എന്നൊക്കെ. ഞാൻ ഇപ്പോൾ തന്നെ ആരോടോ ഏതോ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു. അതൊക്കെ നമുക്ക് കളി തുടങ്ങുമ്പോൾ കാണാം, അർജൻറ്റീന ഫോളോ ചെയ്യും. എനിക്ക് തോന്നുന്നത് ഇതൊരു റൈവൽറിയിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. കാരണം
ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫൈനലും അങ്ങനെ തന്നെയായിരുന്നു. ഫ്രാൻസും അർജൻറ്റീനയും അതിന് മുമ്പ് അത്ര വലിയ വൈറുണ്ടെങ്കിൽ തോന്നില്ല. ആ ഫൈനലും ആ സെലിബ്രേഷനും ആ കളിശൈലി കൊണ്ടൊക്കെയാണ് റൈവൽറി ആയി rivalry ആയി. കൂടെ ആയി. ഞാൻ പ്രതീക്ഷിച്ച സംഭവം തന്നെയാണ്. ഫസീൻ എന്താണ് പറയാനുള്ളത്? അതായത് ഈ ഒരു ടീമിന്റെ ഇപ്പൊ ഈ എൻസോന്റെ കാർഡ് വാങ്ങിയതുണ്ടല്ലോ, അപ്പൊ ആളുകൾ മുമ്പ് ഈ 2006 സിദാൻ റെഡ് കാർഡ് വാങ്ങിയ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് പലരും പറയുന്നുണ്ട്. സിദാൻ അതുവരെ ടീമിന് വേണ്ടി എല്ലാം ചെയ്തു, പക്ഷെ ഫൈനലിൽ അനാവശ്യ റെഡ് കാർഡ് വാങ്ങിപ്പോയി ടീമിനെ ഒരു പ്രഷറിലേക്ക് തള്ളിയിട്ടു എന്നുള്ളത്. സെയിം സാധനമാണ് എൻസോ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കൊടുത്തു, അർജന്റീനക്ക് വേണ്ടതെല്ലാം കൊടുത്തു. ഈ വേൾഡ് കപ്പിലും അയാളെ ഹാർട്ട് ഔട്ടായിട്ട്, അതായത് മൊത്തത്തിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ സെമി ജയിപ്പിച്ചത് എല്ലാം കൊണ്ടും അതായത് ഒരു ടീമിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നൊക്കെ കൊടുത്തു. പക്ഷെ ഫൈനലിൽ നിർണായക മൊമെന്റിൽ ഒരു പ്രഷറിലേക്ക് തള്ളിവിട്ടിട്ട് എന്നാൽ ശരി ഞാൻ പോവാന്ന് പറഞ്ഞ് പുള്ളി കയറിപ്പോയതാ. അപ്പോൾ ആ മൊമെന്റാണ് ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഒരു മത്സരത്തിന്റെ ടേണിംഗ് പോയിന്റ്. നമുക്ക് നല്ല സ്ട്രൈക്കർ ഇല്ലാത്ത, ഒരു ഫിനിഷിങ്ങിന്റെ ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രശ്നം സ്പെയിനിന് ഉണ്ടായിരുന്നു. അതായിരുന്നു സ്പെയിനിന് അർജന്റീനയ്ക്ക് മേലെ ഡോമിനൻസ് അല്ലെങ്കിൽ ഒരു വിന്നിങ് എലമെന്റ് കിട്ടാത്തതിന്റെ പ്രശ്നം. അതൊരു മാൻ ഡൗൺ ആയതോടുകൂടി ആ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടിയെന്നുള്ളത് നമ്മൾ കണ്ടു. 2 ഗോളുകൾ സ്കോർ ചെയ്തു, അതിലൊന്ന് ഡിസർവ് ചെയ്യപ്പെട്ടു ഫൗള് കാരണം, പക്ഷേ രണ്ടാമത്തെ ഒരു ഗോൾ വരുന്നു. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് നേടിയെടുക്കാൻ പറ്റിയെന്നുള്ള. പിന്നെ ഈ പറഞ്ഞ പോലെ റൈവൽറി എന്നുള്ള കാര്യം നമുക്ക് ഈ ഫൈനലിസ്റ്റ് ഒരു പക്ഷേ മുന്നേ നടന്നിരുന്നെങ്കിൽ ഈ വേൾഡ് കപ്പ് മാച്ച് ഒരു പക്ഷേ ഇതുപോലെ വലിയൊരു റൈവൽറി മാച്ച്, അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രാൻസ് അർജന്റീന തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുമ്പോൾ രണ്ടാമത്തെ ഒരു ഫൈനൽ എന്നൊക്കെ പറയുമ്പോൾ പോലെ കാത്തിരുന്നില്ലേ, അതുപോലെ ഒരു വലിയ എക്സ്പെക്റ്റഡ് മാച്ചായിരുന്നു. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നത് ഈ ഒരു റൈവൽറി ഇപ്പോൾ ലാസ്റ്റ് മാച്ചിന് ശേഷം അടിയൊക്കെ കൂടി കാരണം എന്തായാലും അടുത്തൊരു ഫൈനലിസ്റ്റ് എന്തായാലും മാറ്റി വെച്ചിരുന്നല്ലോ. സ്പെയിൻ്റെ ഒരു സെലിബ്രേഷനോടും കഴിഞ്ഞാൽ അറിയാം കുക്കുറേ ചിലപ്പോൾ ഒരു പാട്ടൊക്കെ പാടി ആൾക്കാർ അത് ഈ ട്രിഗർ ചെയ്യാനുള്ള സാധനങ്ങൾക്ക് അത് നമ്മൾ കണ്ട് ഈ സ്പെയിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഈ കളിൻ്റെ മുമ്പൊക്കെ ഡിസ്കഷന് വന്ന ആൾക്കാർ, അതായത് ഒട്ടമെൻഡി ഉണ്ട് അവിടെ, ഡിപ്പോളും പരഡൈസും ഉണ്ട്, അടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഈ സ്പെയിൻ്റെ ഭാഗത്ത് നിന്ന് ആൾക്കാർ ലിസ്റ്റ് എടുക്കുമ്പോൾ ആകെ ഫസ്റ്റ് എഴുതുന്ന പേര് ഗാവി, പിന്നെ ഇങ്ങനെ കുറെ ഡോട്ട് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, അടിക്കാൻ പോകാൻ വേറെ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. പക്ഷെ കറക്റ്റ് ആയിരുന്നു. ഗാവി നല്ല കളിച്ചിട്ടൊന്നുമില്ലെങ്കിലും മത്സരശേഷം ഡിപ്പോളിലായിട്ടുള്ള ഫൈറ്റിലേക്ക് തുടങ്ങി വെച്ച ഗാവി ഉണ്ട്. ഒരു ഡിപ്പോളിനെ കയറി അടിക്കുന്നത് ഒരു പരിധി വരെ ഒരു ഇതിൽ പോയി കുത്തിയിട്ടില്ല കേട്ടോ. നമ്മളെ ക്ഷമ അല്ല കളിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളല്ല, പക്ഷെ കളിക്ക് ശേഷം വന്ന അതായത് മൊളീന തുടങ്ങി വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. മൊളീന സെലിബ്രേഷൻ ഓടിക്കൊണ്ടിരിക്കുന്ന സ്പെയിൻ പ്ലെയറിനെ നെഞ്ചത്തൊരു അടി അടിക്കുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടടി. അതിന്റെ വിഷ്വൽസ് ആണ് ഈ എഡിറ്റഡ് വിഷ്വൽസ് അത് ഗാവിനെ പിടിക്കുന്നത്. പക്ഷെ എന്താ വെച്ചാൽ ആ വിഷ്വൽ നമ്മൾ പലപ്പോഴും പല സൈഡിൽ വരുന്നത് ഇതിന്റെ എഡിറ്റഡ് ക്ലിപ്പുകൾ, അതായത് അവിടെ ഗാവി പാരഡൈസിന്റെ മുഖത്തടിക്കുന്ന ഒരു വിഷ്വൽ ഉണ്ട്, പക്ഷെ അത് കാണിക്കുന്നില്ല. അതായത് നമ്മൾ ഈ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ എല്ലാം ഫൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഒരു എക്സ്ട്രീം സാധനം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പാട്ടും കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കുക്കുറേ സ്ഥിരം ചെയ്യുന്ന ഹൈറ്റാണുള്ളത്, അത്തരത്തിലൊരു പാട്ടും കൂടി എന്നൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയും പോലെ ഈ സ്പെയിൻ അർജന്റീന ഫൈനലിസ്മൊക്കെ വരുമ്പോഴേക്ക് ആളുകൾ ഇതിനെ രണ്ട് ചേരിയിലാവും. ഈ കാറ്റലോണിയ ബന്ധം, പഴയ സ്പാനിഷ് ബന്ധം, മെസ്സി ലാമാസിയ, ഈ ബന്ധങ്ങളൊക്കെ അങ്ങ് മറക്കും. അല്ല ഒരു പക്ഷെ ഗാവി ഇറങ്ങിക്കണെന്നുണ്ടെങ്കിൽ ചൊരകളായി, അതിലൊരു സംശയമില്ല. അല്ല ശരിക്കും ഇന്നലെ കളി മാറ്റുന്ന ലെഫൻഡയുടെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൂടിയാണ്. കാരണം ഒരു വശത്ത് ഓൾറെഡി യമാൽ കുറച്ച് ത്രെട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഫൈനൽ തേർഡിൽ എത്തിയില്ലെങ്കിലും നല്ല ത്രെട്ട് ഉണ്ടായിരുന്നു, കുറച്ച് ഡ്രിബ്ലിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. മറുവശത്ത് നീക്കോ വില്യംസും വന്നപ്പോൾ കുറച്ചുകൂടി കളി ഒന്ന് എനർജറ്റിക് ആയി തോന്നുന്നു. നീക്കോ വില്യംസും എനിക്ക് തോന്നുന്നത് ആദ്യമൊന്നും അത്ര നല്ല പെർഫോമൻസ് അല്ലായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങ് വിനീഷ്യസ് ജൂനിയറൊക്കെ പോലെ കയറി പോകാൻ നോക്കും, പക്ഷേ ബോക്സിലേക്ക് അങ്ങ് കയറാൻ പറ്റുന്ന. അതുപോലെ മറ്റൊരു സബ്ബായിരുന്നു ഫെറൻ ടോറസ്. അയാൾ തന്നെ ഗോൾ അടിച്ചു. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളത്, ഫെറൻ ടോറസ് നമ്മുടെ കേരളത്തിൽ കളിച്ച പ്ലെയറാണ് കേട്ടോ. അണ്ടർ-17 വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടന്നല്ലോ 2017. അന്ന് കേരളത്തിൽ കളിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അന്നേ ഇയാളൊരു സൂപ്പർ സ്റ്റാർ പദവിയുണ്ട്. അന്ന് എല്ലാവരും ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത പ്ലെയറായിരുന്നു ഫെറൻ ടോറസ്. നമ്മൾ ഒരടുത്ത നമ്മുടെ എന്തായിരുന്നു ടോറസ് ആവുന്നൊക്കെ വിചാരിച്ചൊരു പ്ലെയർ ആയിരുന്നു. സിറ്റി അക്കാഡമി കണക്ഷൻസ് കാര്യങ്ങൾ, അയാൾ സിറ്റിയിലേക്ക് പോകാൻ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് ഭയങ്കര ഹൈപ്ഡ് ആയിരുന്നു. പക്ഷെ ആ ഒരു ടീം നല്ലൊരു സ്പെയിൻ ടീമാണ് വന്നത്, പക്ഷെ അന്ന് തോറ്റുമടങ്ങി. അയാൾക്ക് ഫൈനലിൽ വലിയൊരു തോൽവി 5-3 അങ്ങനത്തെ ഒരു വലിയ സ്കോർ ലൈനൊക്കെ ഇംഗ്ലണ്ടിനോട് തോറ്റാണ്. അപ്പോൾ അന്നൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട പേരുള്ള ഒന്നായിരുന്നു ഫെറാൻ എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഈ ഒരു മത്സരത്തിൽ ശരിക്കും ഫെറാൻ വന്നപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഒരു ഡൗൺ ആയി. അത് ഒയർസബാലിനെ വലിച്ചു, ഫെറാൻ വന്നു. ഫെറാൻ ആണെങ്കിൽ ഫെറാൻ എന്താ വെച്ചാൽ നമുക്ക് ഈ വേൾഡ് കപ്പിലെ ത്രൂ ഔട്ട് ജേർണി എടുത്ത് നോക്കാം. ഫെറാൻ്റെ 2 ബെസ്റ്റ് മൊമെൻറ്റ്സേ ഉള്ളൂ. ഒന്ന് ഇന്നലത്തെ വിന്നിംഗ് ഗോളാണ്, മറ്റൊന്ന് മെറീനോക്ക് ഒരുക്കി കൊടുത്തൊരു കിടിലൻ്റെ ഒരു അസിസ്റ്റാണ്. ബാക്കി മത്സരങ്ങളിലൊക്കെ ഇയാൾക്ക് അവസരം കൊടുത്ത മത്സരങ്ങളിലൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാണാറുണ്ട്. പലപ്പോഴും ഷോട്ട് എടുക്കാൻ, ഒരു ട്രൈ എടുക്കാനുള്ള ചാൻസ് കിട്ടിയാൽ പോലും ബോക്സിനുള്ളിൽ തന്നെക്കാളും മുന്നിലെ പൊസിഷനിൽ പ്ലെയർ ഉണ്ടെങ്കിൽ ചിലപ്പം ആ പ്ലെയർ ചിലപ്പോൾ ഒരു ഡിഫൻഡറെ കൊണ്ട് ലോക്കഡ് ആയിരിക്കും, എന്നാലും ചിലപ്പം ഫെറാൻ അങ്ങോട്ടേക്ക് ബോൾ പുഷ് ചെയ്യുന്ന കാണുന്നത്. അതൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു പ്ലെയർ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ പലപ്പോഴും കളിച്ചത്. അതുകൊണ്ട് തന്നെ ഫെറാൻ വരുമ്പോൾ ഫാൻസിനൊരു അതൃപ്തി കുറവുണ്ട്. പക്ഷേ രണ്ടാമത്തെ ചോദ്യം, ഫെറാൻ ഇറക്കിയില്ലെങ്കിൽ വേറെ ആരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം പിന്നെ ഉള്ളത് ബോർജ ഇഗ്ലേഷ്യസിനെ പോലുള്ള താരങ്ങളാണ്. അത് ഇതിനേക്കാളും എക്സ്പീരിയൻസ്ഡ് കുറവാണ് ടീമിൽ, സീനിയർ ടീമിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ
ഫെറാൻ അല്ലാണ്ട് ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഫെറാൻ ഡെലിവർ ചെയ്തു കൃത്യമായി. അതായത് അതുവരെ ഉണ്ടായിരുന്നു, നമ്മൾ ഈ മത്സരത്തിൽ പലപ്പോഴും കണ്ടിരുന്നു ഫെറാൻ എടുക്കാനുള്ള ചാൻസ് ഫെറാൻ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഫെറാൻ തോന്നി ഇതാണ് എൻ്റെ മൊമെൻ്റ് എന്ന് തോന്നി, അതുകൊണ്ട് കൃത്യമായിട്ട് കൊടുത്തു. പിന്നെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസിൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് അവസാന മൊമെൻറ്റുകളിൽ ലാഫുവിൻ്റെ കാണിച്ചൊരു ധൈര്യമാണ്. അതായത് ഏതൊരു മൊമെൻറ്റിലും കളിയിരിക്കാൻ പറ്റുന്ന മെസ്സിനെ ഫീൽഡിൽ അർജന്റീന വെച്ച സമയത്ത് തന്നെ റോഡ്രിയെ പിൻവലിക്കാനുള്ളൊരു തീരുമാനം എടുത്തു. റോഡ്രിയെ പിൻവലിക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ സെൻറ്റർ ബാക്കിൽ ലെപ്പോർട്ടയും പിൻവലിക്കുന്നു. എന്നിട്ട് പകരം ഇറങ്ങുന്ന സുബിമെൻഡി ആയാലും ശരി, എറിക് ഗാർഷ്യ ആയാലും ശരി, മാച്ച് മിനിറ്റ്സ് വളരെ കുറവ്, ഈ വേൾഡ് കപ്പിൽ വളരെ കുറവ് മിനിറ്റ്സ് കളിച്ച താരങ്ങളാണ്. എറിക് ഗാർഷ്യ കളിച്ചിട്ട് പോലുമില്ല, സുബിമെൻഡി കളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ താരങ്ങൾ എടുക്കാൻ കാണിച്ച റിസ്ക് ഉണ്ട്. അതായത് റിസ്ക് എന്ന് വെച്ചാൽ നമുക്കത് റിസ്ക്കാണ്. കാരണം റോഡ്രിയെ പിൻവലിച്ച് സുബിമെൻഡിയെ കൊണ്ടുവന്നത് എത്രത്തോളം ഡേഞ്ചറാണെന്ന് നമുക്കറിയാം, ഒരു മാറ്റം. പക്ഷേ ലാഫുവിൻ്റെയൊക്കെ തൻ്റെ പ്ലെയേഴ്സിലുള്ള വിശ്വാസമാണ് നമ്മളെ കാണിക്കേണ്ടത്. കാരണം ഇത്രയും നിർണായക മൊമെൻറ്റിൽ ഇനി ഒരുപക്ഷെ മത്സരം ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുകയാണെങ്കിൽ റോഡ്രിയെ പോലെ ഒരു ക്യാപ്റ്റൻ ടീമിൽ ഉണ്ടാവില്ല, അത്രയും നിർബന്ധമായിരുന്നു പ്ലെയേഴ്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് റോഡ്രിയും ലെപ്പോർട്ടയും ഒരുമിച്ച് പിൻവലിക്കുക. അതായത് ലെഫോൻ്റെയുടെ തുടക്കം മുതൽ ഞാൻ എപ്പോൾ ഡിസ്കഷൻ എടുക്കുമ്പോൾ ലെഫോൻ്റെനെ പറ്റി പറഞ്ഞതാണ്, ലെഫോൻ്റെ ഹാസ് എ പ്ലാൻ. അത് ഓരോ മിനിറ്റിലും മാറ്റാൻ പറ്റുന്ന പ്ലാനാണ്. പല പരിശീലകർക്കും പാളിപ്പോയതിൻ്റെ കാരണം ഒറ്റ പ്ലാനുമായി വരും. ഒറ്റ പ്ലാൻ വെച്ചിട്ട് ഒരിക്കലും ഈ 90 മിനിറ്റിൻ്റെ മത്സരം കളിക്കാൻ പറ്റില്ല. അത് നമ്മൾ അഡാപ്റ്റീവായിട്ടൊരു പ്ലാൻ കൊണ്ടുവരണം എന്നുള്ള ആ പ്ലാനാണ് ഇന്നലെ വിജയിച്ചത്. അർജന്റീനയ്ക്ക് ഇന്നലെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല നൂറോടെയൊക്കെ നമ്മൾ സാധാരണ ഈ ഗോൾഡൻ ബോളൊക്കെ നേടൽ ഒന്നുകിൽ സ്ട്രൈക്കറായിരിക്കും, അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിരിക്കും. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് ഗോൾഡൻ ബോൾ നേടുന്നത്. ഇതേ ആൾ തന്നെ ബാലൻഡിയോർ നേടിയിട്ടുണ്ട്. അയാളുടെ ഒരു ക്ലാസ് ശരിക്കും നമ്മളൊന്നും പറയേണ്ടതല്ലേ. അത് നമ്മൾ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ ഇരുന്നപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരു പക്ഷേ വേൾഡ് കപ്പ് അടിച്ചില്ലെങ്കിലും മെസ്സിക്ക് ഗോൾഡൻ ബോൾ കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു സ്പെയിൻ വിജയിക്കുകയാണെങ്കിൽ അത് റോഡ്രിക്ക് തന്നെ ആവും. കാരണം ആളാണ് ആ ടീമിൻ്റെ എൻജിൻ. ഇപ്പം നമ്മൾ ഈ ഒരുപാട് പാസസ് അവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ബോൾ വിട്ട് കൊടുക്കാതെ കളിക്കുന്നുണ്ട്. ആ ബോൾ വിട്ട് കൊടുക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എലമെൻറ്റ് വർക്ക് ചെയ്യണം. ആ എലമെൻറ്റ് 2 സെൻറ്റർ ബാക്സിൻ്റെ ഇടയിലും ആ സെൻറ്റർ ബാക്സ് അവിടെ വീയാതെ, അല്ലെങ്കിൽ അവർക്കൊരു ബ്രേക്ക് വരാത്ത രീതിയിൽ അവിടെ കണക്ട് ചെയ്യുന്നത്, അതായത് അവിടെ ഒരു പ്രതിരോധമായി നിൽക്കുന്നതും റോഡ്രിയാണ്. പിന്നെ ഫ്രണ്ടിലോട്ടുള്ള പല സംഭവങ്ങളും കണക്ട് ചെയ്യുന്നതും റോഡ്രിയാണ്. ഫീൽഡിൻ്റെ ഏത് ഭാഗത്തേക്കും ദിശ തിരിച്ച് ആ പാസസിനെ വിടുന്നത് റോഡ്രിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എൻജിനിൽ സ്പെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പം ആ ഒരു ഓട്ടത്തിൽ സ്പെയിൻ പിന്നെ കിരീടം സ്വന്തമാക്കുമ്പം അവിടെ പിന്നെ ഗോൾഡൻ ബോളിന് അർഹത ഒബ്വിയസ്ലി റോഡ്രിക്ക് തന്നെയാണ്. പിന്നെ ഇതാണ്, അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയ്ക്ക് നമ്മൾ പലപ്പോഴും ആളുടെ കോൺട്രിബ്യൂഷൻ, പലപ്പോഴും ആളുകളുടെ കണ്ണ് ബോളിലൂടെയാണ് പോവുക. പക്ഷെ ഒരു ഗെയിമിനെ അതല്ലാത്ത രീതിയിൽ വാച്ച് ചെയ്യുമ്പം എല്ലാവർക്കും മനസ്സിലാവും റോഡ്രി ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണെന്നുള്ളത്. ഈ സ്പെയിൻ നമ്മൾ റോഡ്രിയെ പറയുന്നുണ്ട്, യമാലിനെ പറയുന്നുണ്ട്. ഈ ഒരു ടീം എടുത്താലേ ഒരു അൺറേറ്റഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന ആരായിരിക്കും? അണ്ടർറേറ്റഡ് ഞാൻ പറയുന്നത് ലെപ്പോർട്ടേനാണ്. കാരണം ലെപ്പോർട്ടേനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുബാർസിയെ കുബാർസി യങ് പ്ലെയർ അവാർഡ് കിട്ടി, കുബാർസിയുടെ നല്ല പെർഫോമൻസ് നമ്മൾ കണ്ടു, സോളിഡാണ് ആള് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു യങ് പ്ലെയറിന്, ഒരു അണ്ടർ-19 പ്ലെയറിന് ഒരിക്കലും പ്രത്യേകിച്ച് ഒരു സെൻറ്റർ ബാക്കിന്, കാരണം ഒരിക്കലും ഒരു ഒറ്റക്ക് ഒരു ഗെയിമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ആ പ്ലെയറിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന പ്ലെയർ ഈക്വലി ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആവണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ, അതായത് ഈ കുബാർസി പലപ്പോഴും ഒറ്റക്ക് ബോൾ കയറി ചെയ്ത് ഫ്രണ്ടിൽ പോകുന്നു, ഷോട്ട് എടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ആ പോകുമ്പോൾ ആ പ്ലെയറിനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിൽ കൂടെ കളിക്കുന്ന പെയർ ചെയ്യുന്ന സെൻറ്റർ ബാക്ക് ഉണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പോയാലും അവിടെ ഒരു ബോൾ എടുക്കാൻ ഒരു പ്ലെയർ ഉണ്ടെന്നുള്ള. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് നടക്കാൻ പറ്റുന്ന എക്സാക്ട് പ്ലെയർ ആയിരുന്നു ലെപ്പോർട്ട് എന്നുള്ളത്. നമ്മൾ ഈ ലെപ്പോർട്ടിൻ്റെ ആൾക്കാർ പറയും ലെപ്പോർട്ട് ഫ്രാൻസിൽ നിന്ന് പൗരത്വം മാറ്റി സ്പെയിനിലേക്ക് വന്നതിന് ശേഷം കളിച്ച 3 ടൂർണമെൻറ്റിൽ 3 കപ്പ് എടുത്തു. ഒരു നാഷൻസ് ലീഗ് കളിച്ചു, അതെടുത്തു, ഒരു യൂറോ കളിച്ചു, ഒരു വേൾഡ് കപ്പ് കളിച്ചു, 3 കിട്ടിയെന്നാണ്. ഇപ്പോൾ ഈ ലെപ്പോർട്ടിൻ്റെ പെർഫോമൻസ്, ലെപ്പോർട്ടിനെ ഈ വേൾഡ് കപ്പിൽ പരിഗണിക്കുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഇനി. കഴിഞ്ഞ വർഷം സൗദി ലീഗൊക്കെ കളിച്ച് വന്നൊരു പ്ലെയർ, ഇപ്പോൾ അത്ലറ്റിക്കോ ബിൽബാവിൽ തന്നെ വളരെ കുറവ് മത്സരം കളിക്കുന്നൊരു പ്ലെയർ ഇങ്ങനെ എടുക്കണമെന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ വേൾഡ് കപ്പിൽ പെർഫോമൻസിൽ ഈ ക്ലീൻ ഷീറ്റൊക്കെ പറയുമ്പോഴും നമ്മൾ പറയും പോറോക്ക് 2 ഗോളുണ്ട്, കുക്കോറയ്ക്ക് 2 അസിസ്റ്റ് ഉണ്ട്, കുബാർസിക്ക് ബെസ്റ്റ് പ്ലെയർ അവാർഡ് ഉണ്ട്, അല്ലെങ്കിൽ ബെസ്റ്റ് യങ് പ്ലെയർ അവാർഡ് ഉണ്ട്. ലെപ്പോർട്ടിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ കാരണം. കുബാർസി മുന്നിലോട്ടൊക്കെ പോകുമ്പോൾ കുബാർസിക്ക് ഇത്രയും ബോൾ ക്യാരി ചെയ്ത് കളിക്കാനുള്ള ധൈര്യം കൊടുക്കുന്നത് ലെപ്പോർട്ടയുടെ ഇതാണ്. അതേപോലെ തന്നെ ലെപ്പോർട്ട എന്നുള്ള പ്ലെയർ നമ്മൾ ഈ ക്യാപ്റ്റൻസി ബാൻഡ് ഇല്ലെങ്കിലും ഗൈഡ് ചെയ്യുന്ന, ബാക്കിൽ നിന്ന് ഗൈഡ് ചെയ്യുന്ന അത്രയും എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. അങ്ങേര് കൊടുക്കുന്ന ഒരു വിഷൻ ഉണ്ട് ഈ ടീമിന്. നമ്മൾ ഈ ഓഫ് സൈഡ് ട്രാപ്പുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും ഒരു കമാൻഡിങ് പവർ അവിടെ വേണം. ആ കമാൻഡിങ് പവർ സ്വയം എടുക്കുന്നുണ്ട് ലെപ്പോർട്ട എന്നുള്ളതാണ്. അത് കോച്ചിൻ്റെ ഗുഡ് ബുക്കിൽ ഈ കോച്ചിൻ്റെ ഗുഡ് ബുക്കിൽ ഈ പ്ലെയർ കയറിയിട്ടുണ്ടെങ്കിൽ ഹി ഹാസ് സം ക്വാളിറ്റി. ആ ക്വാളിറ്റി ആൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി പ്ലെയേഴ്സ് സ്കോർ ഷീറ്റിലൊക്കെ ഇടം പിടിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ മീഡിയ ടൈറ്റിൽസിൽ ഇടം പിടിച്ചതുകൊണ്ട്
വേണ്ട അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയൊരു പേര് ലെപ്പോർട്ട് അല്ല, ഉണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പോൾ കുബാസി ബാഴ്സലോണയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളെ ഹൈലൈൻ ഡിഫൻസ് പലപ്പോഴും ബ്രേക്ക് ആവാറുണ്ട്. പക്ഷേ സ്പെയിൻ്റെ കാര്യം വരുമ്പോൾ ലെപ്പോർട്ടെ അവിടെ ഒരു പെയറിങ് ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു ബ്രേക്കിംഗ് വരാത്തത്. കാരണം എനിക്ക് ഇന്നലെ ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ഇവരാ ഹൈലൈൻ കണ്ടപ്പോൾ. കുബാർസി, മെസ്സിയൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ പൊളിയെന്നുള്ളൊരു തോന്നലുണ്ടായി. പക്ഷെ അതാണ് അവരുടെ ആ മിഡ്ഫീൽഡ് ത്രെട്ടാണ്. അതായത് അവിടുന്ന് ബോൾ പാസ് ചെയ്ത് കഴിഞ്ഞാലേ ഡിഫൻസിലോട്ട് പോവുള്ളൂ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ റോഡ്രി, ഫാബിയാൻ റൂയിസ്, ഓൾമോ, ഈ ഒരു സോണിൽ നിന്ന് ആ ബോൾ ബാക്കിലോട്ട് പോലെ വളരെ വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ മാത്രമാണ്. അല്ല ശരിക്കും നമ്മൾ അർജന്റീന ടീമിനെ കുറിച്ച് പറയുമ്പോൾ അർജന്റീന ഓഫ് കോഴ്സ് സ്കലോണി നല്ലൊരു കാലമായിരുന്നു, ട്രോഫികളുടെ കാലമായിരുന്നു. പിന്നെ ഇന്നലെ വീണ്ടും ഫൈനലിലെത്തി. പക്ഷെ നമ്മളൊരു ഈ വേൾഡ് കപ്പിനൊന്ന് റീവൈൻഡ് അടിച്ച് നോക്കിയാൽ സത്യത്തിൽ അർജന്റീന ഫൈനൽ ഡിസേർവ്ഡ് ആയിരുന്നു. കാരണം 1-2 മാച്ചുകളിൽ അവരുടെ മാജിക് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന അരമണിക്കൂർ അത്ര നല്ല കളി ഈ ടൂർണമെൻറ്റിൽ വേറെ ആരും കളിച്ചിട്ടില്ല. ആ അരമണിക്കൂർ എടുത്താൽ ഈജിപ്തിനെതിരെയുള്ള ഒരു അവസാനത്തെ 10 മിനിറ്റ്. അതർവൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അർജന്റീന നോക്കൗട്ടുകൾ പ്രത്യേകിച്ച് ടാക്റ്റിക്കലി ഒന്നും വിൻ ചെയ്ത ഒരൊറ്റ മത്സരം പോലും എനിക്ക് തോന്നുന്നില്ല. മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റ് മുതൽ ഒരു ഡോമിനേറ്റ് ചെയ്യുകയോ എതിർ ടീമിനെ ഔട്ട് ക്ലാസ് ചെയ്യുകയോ ചെയ്തൊരു മത്സരം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഇംഗ്ലണ്ടായിപ്പോയി ഒരു സൈക്കോളജി ബോക്കുള്ള ഇംഗ്ലണ്ട് അല്ലാത്ത നല്ലൊരു ടീമിന് അർജന്റീനയ്ക്ക് ആദ്യമേ കിട്ടിയിരുന്നുവെങ്കിൽ ഇന്നലെ സംഭവിച്ചത് നേരത്തെ സംഭവിക്കാനുള്ള സാധ്യത ഇല്ലായിരുന്നു. അല്ല, അത് എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഇപ്പോൾ ലാഫുവെൻറ്റിനെ പോലത്തെ ടാക്റ്റിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കോച്ച് വന്നപ്പം അവിടെ അർജൻറ്റീന എക്സ്പോസ്ഡ് ആയി പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ നമ്മൾ കണ്ട എല്ലാ ടീമും ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിനെതിരെ വന്നു. ഒരു പക്ഷേ ആ റെഡ് കാർഡ് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ സ്വിറ്റ്സർലാൻഡിന് മുൻതൂക്കം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കാബോ വെർഡെ ആണെങ്കിലും ഈ ടീമുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ മൊമെൻറ്റിൽ കിട്ടുന്ന ആ ഒരു സ്പിരിറ്റിൽ, ആ ഒരു ഇമോഷനിൽ അങ്ങനെ കളിക്കുന്ന ടീമുകളാണ്. അപ്പോൾ അവർക്കെതിരെ കളിക്കുമ്പം ഇവർക്ക് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും, എവിടെയെങ്കിലും ഒരു വേഗ് അല്ലെങ്കിൽ ഒരു ഇവരുടെ ഏതെങ്കിലും ഒരു ദുർബലത എക്സ്പോസ് ആവുന്ന ടൈമിലാണ് അർജൻറ്റീനയ്ക്ക് ഈ ഒരു മാജിക്കൽ മൂമെൻറ്റ്സ് ക്ലിക്കാവുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിനെതിരെ ഞാൻ വിശ്വസിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു പ്രോപ്പർ ഗെയിം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി ഈ തരത്തിൽ അർജൻറ്റീനയ്ക്ക് ലാസ്റ്റ് ഒരു 10-20 മിനിറ്റ്സിൽ ഇത്രത്തോളം ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പൊസിഷൻ. പക്ഷേ ആ ഒരു സൈക്കോളജിക്കൽ ബ്ലോക്ക് കാരണം ഇംഗ്ലണ്ട് ഇതേപോലെ സിറ്റ് ബാക്ക് ചെയ്ത് കളിച്ചു, അങ്ങനെയാണ്. പക്ഷേ പിന്നീടാണ് സ്പെയിനിനെതിരെ മത്സരം വരുന്നത്. അവിടെയാണ് നമുക്ക് മനസ്സിലായൊരു സംഭവം, അതായത് മാജിക്കൽ മൂമെൻറ്റ്സിലോ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് കൊണ്ടോ ഒന്നും കാര്യമില്ല. ഒരു പ്രോപ്പർ ടാക്റ്റിക്കൽ ഫ്രെയിം വർക്കുള്ള ഒരു കോച്ച് അല്ലെങ്കിൽ ഓരോ ഫുട്ബോൾ ചാപ്റ്റേഴ്സ്, ഇപ്പോൾ ഫസീ പറഞ്ഞത് അയാൾക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ട്. അതിപ്പോൾ നിക്കോ ഗോൺസാലസിനെ ഇറക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പം വലിയൊരു മാറ്റങ്ങൾ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ നടത്തി. അപ്പോൾ ഫുവൻ്റെ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു സംശയങ്ങളൊക്കെ ഉണ്ട്. കാരണം യമാലിനെ എവിടെ കളിപ്പിക്കും, യമാലിനെ പൂട്ടുന്ന തരത്തിലാണ് നിക്കോ ഗോൺസാലസ്, ടെഗ്ലിഫിക്കോ എന്നുള്ള ലൈനപ്പ് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ തരത്തിൽ നമുക്ക് സംശയങ്ങളുണ്ട്. പക്ഷേ അതിനുള്ള പ്ലാനും ഇയാൾക്ക് പ്രോപ്പറായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആൾക്ക് വ്യക്തമായൊരു ടാക്ടിക്കൽ ഫ്രെയിം വർക്ക്, അതുപോലെ തന്നെ പ്രോപ്പർ പ്ലാന്, അതിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലായൊരു സംഭവം എന്താണ്, ഈ ഒരു മാജിക്കൽ മൂമെൻറ്റ്സിനെക്കാട്ടിലും എപ്പോഴും വിജയിക്കുക ഇങ്ങനെ പ്രോപ്പർ പ്ലാനിൽ എന്ത് വന്നു കഴിഞ്ഞാലും. അതുകൊണ്ടൊക്കെയാണ് ഞാനൊരു മൊറീനോ ഫാൻ. ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അവർ ഭയങ്കര അഡാപ്റ്റീവ് ആവും. ആ തരത്തിലുള്ള കോച്ചാണ് ലാഫുവൻ്റെ. പക്ഷേ ലിയണൽ സ്കലോണിക്ക് അതെവിടെയോ ഇന്നലത്തെ ഒരു മാച്ചിൽ ആ ഒരു മാജിക്കൽ മൂമെൻറ്റ്സ് കണ്ടെത്താൻ സാധിച്ചില്ല. ഇങ്ങനൊരു ടാക്റ്റിക്കലി ബ്രില്യൻ്റ് ടീം വന്നപ്പോൾ അതിനോട് ചെറുത്ത് നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ലാഫൻ്റെയാണ് ഞാൻ ഇതിൽ ഏറ്റവും ക്രെഡിറ്റ് കൊടുക്കുക. കാരണം ഒരു ടീം എന്ന നിലയിൽ അയാളാണ് മുന്നോട്ട് കൊണ്ടുപോയത്. മാത്രമല്ല അയാൾ ആ ഫുട്ബോളിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. അയാളെ യൂത്ത് മുതൽ ഇങ്ങോട്ട് ഈ സ്പെയിനിൻ്റെ യൂത്ത് ടീമുകളുടെ കൂടെയൊക്കെ ചെലവഴിച്ചൊരു മനുഷ്യനാണ്. അതെ, പിന്നെ എല്ലാവർക്കും അയാൾ വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം സ്പെയിൻ എന്ന് പറയുന്ന ഏറ്റവും മാനേജർമാർ അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ലോകത്തെ. ലൂയിസ് എൻറിക്കെ ആയാലും പെപ് ഗാർഡിയോളൊക്കെ പോലെയുള്ളുണ്ട്, അർട്ടേറ്റ ഉണ്ട്, ഇത്ര പല പേരുകളായിരുന്നു ചർച്ചയിലുണ്ടായിരുന്നു. എന്നിട്ട് ഈ ലാഫിൻ്റെ വന്നപ്പോൾ ഭയങ്കര വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സ്പെയിൻ പോലെ എന്താ പറയുക പല കരകളായി നിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ. ബാഴ്സലോണ, റയൽ, മറ്റേ അത്ലറ്റിക്കോ ബിൽബാവോ, ഇതൊക്കെ പ്രശ്നമില്ലാതെ അയാൾ കൊണ്ടുപോകുന്നു. ആദ്യം ഒരു യൂറോ അടിക്കുന്നു, വേൾഡ് കപ്പ് അടിക്കുന്നു. വേണമെങ്കിൽ അടുത്ത യൂറോക്കും ഹോട്ട് ഫേവറേറ്റുകളായിട്ട് തന്നെ ആയിരിക്കും വരിക. പിന്നെ അർജൻറ്റീനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു പ്രേക്ഷകൻ്റെ വ്യൂവിൽ നോക്കുമ്പോൾ ഈ ടൂർണമെൻറ്റ് ഇത്രയും ആവേശകരമാക്കിയതും അർജൻറ്റീനയാണ്. കാരണം അർജൻറ്റീനയുടെ കംബാക്കുകളാണ് സത്യത്തിൽ നോക്കൗട്ട് മത്സരങ്ങളൊക്കെ ഇത്രയും ത്രില്ലിംഗ് ആക്കിയത്. എനിക്കൊന്നും അല്ലാത്ത മത്സരങ്ങളൊക്കെ ഏറെക്കുറെ പ്രെഡിക്റ്റബിളും വൺ സൈഡോടായിരുന്നു പല മത്സരങ്ങളും. എല്ലാവരും ഭയങ്കര എന്താ പറയുക കോച്ചിൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് വളരെ ശാസ്ത്രീയമായി പന്ത് തട്ടിയപ്പോൾ അർജൻറ്റീനയാണ് ഒരു എക്സ്ട്രാ മോട്ടിവേഷനിൽ പന്ത് തട്ടുകയും നമുക്ക് ഒരുപാട് മറക്കാനാകാത്ത മൊമെൻറ്റുകൾ നൽകുകയും ചെയ്തത്. പക്ഷേ ഫൈനലിലെ വിധി മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ് സത്യം.